നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യങ്ങൾക്ക് ഉടമയായ താങ്കൾക്കും ഇന്ന് ചോദിച്ചിരിക്കുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വേണോ, ഓർമ്മ വയ്ക്കണോ? അപ്പോൾ ഞാൻ പല ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ നോക്കി അരിച്ചു ചില പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന വടക്കൻ പ്രദേശത്തുള്ള ഒരാളാണ്. അപ്പോൾ സാധാരണഗതിയിൽ എന്നും പുരാതന കാലത്തും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ച് കിടക്കണമെന്ന് നമ്മുടെ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാത് ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ അനലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് പുരാതനപരമായിട്ട് പറയുന്നത്. ശരിയല്ലേ? അത് ഈ പ്രാചീന കാലത്തും എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർത്ത് അത് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അന്ന് ചെയ്ത പ്രവൃത്തികളെ സ്മരിക്കണമെന്നാണ് ശയനവിധി എന്ന് പറയുന്ന ഒരു വിധാനത്തിൽ പറയുന്നത്. എല്ലാത്തിനും ഓരോ വിധികളുണ്ട്. ശയനവിധികൾ, പൂജാവിധികൾ, യന്ത്രവിധികൾ, മന്ത്രവിധികൾ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ശയന വിധിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് പഴഞ്ചൊല്ലുകളായിട്ടും പറയുന്നുണ്ട്. എല്ലാ പഴഞ്ചൊല്ലുകളും ജ്യോതിശാസ്ത്രമായിട്ട് മിക്സ് ചെയ്ത് പോകാൻ പറ്റില്ല. മനസ്സിലായി? അത്താഴം കഴിച്ചാൽ അരക്കകം നടക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ദഹിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, കിടക്കുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പോ ആഹാരം കഴിച്ചിരിക്കണം. അത് നമുക്ക് ഇവിടെ വിട്ടേക്കാം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ശരി ചെയ്തോ, എന്തൊക്കെ തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മിഥ്യാപ്രവർത്തനങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് ഭഗവാനെയോ ഭഗവതിയോ വിളിച്ച്, ദേവതാരൂപത്തിൽ വിളിച്ച് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ശയനവിധി എന്ന് പറയുന്ന അന്നത്തെ പ്രവൃത്തികൾ മുഴുവൻ ഓർക്കേണ്ടതിൻ്റെ ആവശ്യകത ആധുനികതയും സ്മരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കാരണം ജീവിതത്തിൽ പരമപ്രധാനമായി സൂക്ഷിക്കേണ്ട വസ്തുതകൾ, അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. അന്ന് വന്ന അനുഭവം അല്ലെങ്കിൽ ഇന്ന് വന്ന അനുഭവം നാളെ ഒരു സമയത്ത് മോശമാണെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അത് ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പരമപ്രധാനമായി സൂക്ഷിക്കേണ്ട വസ്തുതകൾ മനസ്സിൽ നിലനിർത്താൻ കഴിയും. പല കാര്യങ്ങളും മാത്രമല്ല, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അന്നേ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ പേരിൽ ഭഗവാനോട് അല്ലെ ഈശ്വരനോട്, നമുക്ക് സർവേശ്വരനോട് ക്ഷമാപണം ചോദിക്കാം. ചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മനസ്സം അപരാധം, മനസ്സുകൊണ്ട് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അപരാധം, വിഹിതം അവിഹിതം വാ കാലമേ തൽക്ഷമസ്വ ശിവ കരുണാബ്ദി ശ്രീ മഹാദേവ ശംഭു. ഇതൊക്കെ നമ്മൾ പ്രായശ്ചിത്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്ക് ഭഗവാനോട് നമ്മൾ പറഞ്ഞ്, അല്ലെ ക്രിസ്ത്യൻസ് കുമ്പസാരിക്കുന്നത് പോലെ ഇന്നയൊക്കെ കാര്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെയ്തിട്ടുണ്ടേ. അതിലെന്തെങ്കിലും അഹിതമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളിൽ നിന്ന് 100 രൂപ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ അബദ്ധം പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകണമെന്നാണ് പറയുന്നത്. അല്പനേരമെങ്കിലും ധ്യാനം എപ്പോഴും നല്ലതാണ്. അതിന് ക്രിയയുണ്ട്, ക്രമമുണ്ട്, സമയമുണ്ട്, സമയക്രമം കൂടെ, സമയവിധിയുണ്ട് ഓരോന്നിനും. അല്ലേ? എല്ലാ കാര്യവും ആഹാരം കഴിക്കാൻ സമയവിധിയുണ്ട്, നമുക്ക് വിശ്രമിക്കാൻ സമയവിധികളുണ്ട്. എല്ലാത്തിനും വിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ എല്ലാവരും. ഒരു ജോലിക്കാരനാണെങ്കിൽ ഇത്ര കൃത്യനിഷ്ഠ, അതിനൊരു വിധിയാ. 9 മണിക്ക് കയറണം, അല്ലെ 10 മണിക്ക് കയറണം എന്നുള്ളത്. ഒരു ഗണപതിയോ നടത്തുന്നത് ഉദയത്തിന് വേണം ചെയ്യാൻ, അല്ലെ ബഹുശ വൈകി വേണം ചെയ്യാൻ. അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വേറെ നമുക്ക് അഭിപ്രായപ്പെടാം. അപ്പോൾ അങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ വീണ്ടും അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, നമുക്ക് താല്പര്യമില്ലാത്തോ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാൽ പശ്ചാത്താപം ഏറ്റവും വലിയ
ഗുണം ചെയ്യും. അല്ലാതെ ഒരു വർഷത്തോളം ചെയ്ത പാപങ്ങളെല്ലാം കൂടെ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഭഗവാൻ കേൾക്കത്തില്ല. അതായത് ദിവസത്തെ ആണെങ്കിൽ അല്പമെങ്കിലും ലേശമെങ്കിലും ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എല്ലാത്തിനും നമ്മൾ ശ്രമമാണ് വേണം. ജ്യോതിഷവും ശ്രമിക്കുകയാവും, അന്ധമായിട്ട് വിശ്വസിക്കാൻ പറയില്ല ഒരിക്കലും. അതിൻ്റെ ജാതകത്തിൽ 7-ാം ഭാവത്തിൽ ഇന്ന ഗ്രഹം കണ്ടാൽ, അല്ലെങ്കിൽ ഇന്ന ഭാഗം കൊണ്ട് അതിൽ 7-ൽ വിവാഹ സംബന്ധമായിട്ട് ദോഷമുണ്ടെന്ന് കണ്ടാൽ അതങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലേ, മുമ്പിലൊരു കുഴി കിടക്കുന്നു, ഇന്ന കാര്യമുണ്ട്, അങ്ങനെ പോയാൽ അതിൽ വീഴുമെന്ന് പറഞ്ഞേ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് അഭിപ്രായം. ഇത് ആചാര്യന്മാർ ശയനവിധിയിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ജപിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയിൽ നല്ല ഉന്മേഷത്തോടും ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു നിന്ന് ഇനി പുതിയൊരു ദിവസത്തേക്ക് തുടങ്ങുകയാണ്, ഒരു പൊൻപുലരിലേക്ക് തുടങ്ങുന്നു. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന് ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കാണണം.